السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ വിഴുങ്ങുന്നതായും 7 ഉണങ്ങിയ കതിരുകൾ 7 പച്ചക്കതിരുകളെ വിഴുങ്ങുന്നതായും അദ്ദേഹം സ്വപ്നം കാണുകയും തൻ്റെ ചുറ്റിലുമുള്ള പ്രമാണികളോട് അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം ചോദിക്കുകയും അതൊരു പേക്കിനാവാണ്, വ്യത്യസ്തങ്ങളായ പരസ്പരം ബന്ധമില്ലാത്ത പേക്കിനാവാണ്, ഞങ്ങൾ അതിന് വ്യാഖ്യാനം അറിയുന്നവരല്ല എന്ന് അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അതിനുശേഷം അവിടെ നമുക്കറിയാം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയ വ്യക്തിയോട് തന്നെക്കുറിച്ച് രാജാവിൻ്റെ അടുക്കൽ വെച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിശാച് അയാളെ മറപ്പിച്ചു കളഞ്ഞു എന്നതും നമ്മൾ മനസ്സിലാക്കി. ആ വ്യക്തി പിന്നീട് സംസാരിക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون. يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون. ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون.
ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين وقال الذي نجا منهما വഖാല പറഞ്ഞു അല്ലദീ നജാ മിൻഹുമ ആ രണ്ട് കൂട്ടരിൽ രക്ഷപ്പെട്ട വ്യക്തി, ആ രണ്ട് യുവാക്കളിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ആ വ്യക്തി പറഞ്ഞു വദ്ദക്കറ ബഅദ ഉമ്മ വദ്ദക്കറ അയാൾ ഓർത്തെടുത്തു ഇദ്ദക്കറ യദ്ദക്കിറു ഇദ്ദിക്കാറൻ ഐ യതദക്കറ ആ വ്യക്തി ഓർത്തെടുത്തു വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു നീണ്ട കാലയളവിന് ശേഷം അല്ലെങ്കിൽ കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം എന്നാണ് ഉമ്മ. അതേപോലെ തന്നെ ചില റിവായത്തുകളിൽ ബഅദ അമിതിൻ ഉമ്മ എന്നതിന് പകരം അമിതിൻ ഐ അമിഹ എന്ന വേർഡിൽ നിന്ന് വന്നതാണ്, അഥവാ നിസിയാൻ. ബഅദ നിസിയാനിൻ മറന്നതിന് ശേഷം ഓർത്തെടുത്തു, അങ്ങനെ ഒരു പാരായണവുമുണ്ട്. അധിക പാരായണത്തിലും ബഅദ ഉമ്മ ഒരു നീണ്ട കാലയളവിന് ശേഷം ആ വ്യക്തിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ ഓർമ്മയായി. അദ്ദേഹം പറഞ്ഞു അന ഉനബ്ബിഉക്കും ഞാൻ നിങ്ങൾക്ക് വാർത്ത നൽകാം, ഈ പറഞ്ഞ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ അറിയിച്ചു തരാം. നബ്ബഅ യുനബ്ബിഉ തൻബീഅൻ അന ഉനബ്ബിഉക്കും ബിതഅ്വീലിഹി ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതുകൊണ്ട് ഫഅർസിലൂനി നിങ്ങൾ എന്നെ അയക്കണം. ഫഅർസിലൂൻ അർസല യുർസിലു ഇർസാലൻ ഫഅർസിലൂൻ എന്നെ നിങ്ങൾ അയക്കണം, അഥവാ ജയിലിലേക്ക് അയക്കണം. ഞാൻ അവിടെ പോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജാവ് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് ആ വ്യക്തി പറയുകയാണ്. കാരണം സ്വന്തം അനുഭവത്തിൽ നിന്ന് അയാൾക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പറഞ്ഞ വ്യാഖ്യാനം കൃത്യമാണ്, ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകാൻ കഴിവുള്ള വ്യക്തിത്വമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട്
ഞാനിതിന് വ്യാഖ്യാനം നിങ്ങൾക്ക് അറിയിച്ചു തരാം. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ആ ഇൽമിനെ അയാളിലേക്ക് മടക്കിയില്ല. ശ്രദ്ധിക്കുക. അയാൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാം, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരോടും പറയാതെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ പോയി ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കി അത് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് വലിയൊരു സ്ഥാനം വേണമെങ്കിൽ അയാൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതുകൊണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് അവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്, അവിടേക്ക് എന്നെ പറഞ്ഞയക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ രാജാവ് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. രാജാവ് ഒന്നിലധികം സന്ദർഭങ്ങളിൽ കണ്ട സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനം കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതിനാൽ രാജാവ് ഈ വ്യക്തിയെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അയച്ചു. അങ്ങനെ ആ വ്യക്തി ജയിലിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യൂസുഫു അയ്യുഹസ്സുദ്ദീഖു, ഓ സത്യസന്ധനായ യൂസുഫ് എന്ന സഹോദര, അഫ്തിന, ഞങ്ങൾക്ക് ഫത്വ നൽകണം, അല്ലെങ്കിൽ വിധി പറഞ്ഞു തരണം, വ്യാഖ്യാനം പറഞ്ഞു തരണം. അഫ്തിന, അഫ്ത യുഫ്തി ഇഫ്താൻ, ഫീ സബ്ഇ ബഖറാത്തിൻ, 7 പശുക്കളുടെ കാര്യത്തിൽ, സിമാനിൻ, തടിച്ച പശുക്കൾ, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബ്ഉൻ ഇജാഫുൻ, മെലിഞ്ഞ 7 പശുക്കൾ, വസബ്ഇ സുംബുലാത്തിൻ, 7 കതിരുകളുടെ വിഷയത്തിലും പറഞ്ഞു തരണം. എങ്ങനെയുള്ളത്? ഖുദ്രിൻ, പച്ചക്കതിരുകൾ, വ ഉഖറ യാബിസാത്തിൻ, അതേപോലെ തന്നെ ഉണങ്ങിയ 7 കതിരുകളെക്കുറിച്ചും പറഞ്ഞു തരണം. അപ്പോൾ 7 ഉണങ്ങിയ കതിരുകൾ, 7 പച്ചക്കതിരുകൾ, 7 മെലിഞ്ഞ പശുക്കൾ, 7 തടിച്ച പശുക്കളെ തിന്നുന്നതായിട്ടുള്ളൊരു സ്വപ്നം രാജാവ് കണ്ടിരിക്കുന്നു. അതിൻ്റെ വിധി പറഞ്ഞു തരണം. ലഅല്ലി അർജിഉ ഇലന്നാസ്, ലഅല്ലി അർജിഉ ഇലന്നാസ്, എനിക്ക് ജനങ്ങളിലേക്ക് മടങ്ങാം. റജഅ യർജിഉ റുജൂഅൻ, ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ, അവർക്കതറിയാമല്ലോ, അവർക്ക് മനസ്സിലാക്കാമല്ലോ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെ അദ്ദേഹം വന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഈ വിഷയം പറയുകയാണ്. അവിടെ ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിലൊന്ന്, ആ വ്യക്തിയുടെ ഒരു ഹിക്മത്താണ്. കാരണം ജയിലിൽ വെച്ച് സ്വപ്നവ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത്, തൗഹീദ് പറഞ്ഞുകൊടുത്ത്, നല്ല ഉപദേശങ്ങളൊക്കെ നൽകി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, രാജാവിൻ്റെ അടുത്ത് പോയി എൻ്റെ കാര്യം പറയണം. അത് മറന്നതിൻ്റെ പേരിൽ വീണ്ടും ബിളഅ സിനീൻ എന്നാണ് പറഞ്ഞത്, 3-ൽ കുറയാത്ത വർഷം വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. ആ വ്യക്തി വരുമ്പോൾ ദേഷ്യം പിടിക്കല്ലേ വേണ്ടത്? തീർച്ചയായും സ്വാഭാവികമായും ദേഷ്യം പിടിക്കാൻ സാധ്യതയുണ്ട്, വെറുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കയ്യിലെടുക്കുകയാണ്. പറഞ്ഞത് സത്യമാണ്. അതേ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിന് സമാധാനം തോന്നുന്ന, ആ ദേഷ്യമൊക്കെ ഇല്ലാതെയാവുന്ന രൂപത്തിലുള്ളൊരു വേർഡാണ് ഉപയോഗിച്ചത്. യൂസുഫു അയ്യുഹസ്സുദ്ദീഖു, യൂസുഫു അയ്യുഹസ്സുദ്ദീഖു. പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ അസ്സുദ്ദീഖ്, നമുക്ക് ആ വേർഡിൻ്റെ അർത്ഥം ഐ കസീറു സിദ്ഖി ഫീ അഖ്വാലിഹി വ അഫ്ആലിഹി. ശ്രദ്ധിക്കുക, സിദ്ദീഖ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, സിദ്ദീഖ് എന്ന് ഹദീസുകളിൽ വന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു സത്യം പറയുന്ന വ്യക്തി എന്നുള്ള നിലക്കല്ല, മറിച്ച് വാക്കുകളിൽ മാത്രമല്ല, കസീറു സിദ്ഖി ഫീ അഖ്വാലിഹി വ അഫ്ആലിഹി, പ്രവർത്തനങ്ങളിലും സത്യസന്ധത, വാക്കിലും സത്യസന്ധത, രണ്ടും സത്യസന്ധമാണ്. അപ്പോൾ വാക്കും പ്രവൃത്തിയും ഒരുപോലെയായ, നിരന്തരമായി സത്യം മാത്രം പറയുന്ന വ്യക്തിത്വം പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. അവർ സത്യസന്ധരായിരുന്നു അവരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും. അപ്പോൾ ഒന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയാണ്, അതിൽ സംശയമല്ല. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത്തത് ആ നന്മയെ എടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ എന്നോടുള്ള ദേഷ്യവും മറ്റും ഇല്ലാതെയാകും
ആ നിലക്ക് അദ്ദേഹം ആ ഉസ്ലൂബ് ഉപയോഗിച്ചു. അതിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അറിവുള്ള ഒരാളോടൊരു സംശയം ചോദിക്കുമ്പോൾ നല്ല രീതി ഉപയോഗിക്കണം. നിങ്ങൾ നോക്കൂ, വലിയ വലിയ പണ്ഡിതന്മാരോട് ചോദ്യകർത്താക്കൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അഹ്സനല്ലാഹു ഇലൈക്കും യാ സാഹിബൽ ഫദീല ഹാദ സാഇൽ യഖൂൽ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ, അല്ലയോ ശ്രേഷ്ഠതയുള്ള പണ്ഡിത, ഇന്ന ചോദ്യകർത്താവ് ഇന്ന ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ജസാക്കുമുല്ലാഹു ഖൈറ. അങ്ങനെ അവരുടെ നന്മകൾ പറഞ്ഞും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ അത്തരം രീതികളും മര്യാദകളുമൊക്കെ ആളുകൾ മറന്നിരിക്കുന്നു. പരുഷമായ ചോദ്യം ചെയ്യൽ, ചോദിക്കലുമല്ല ചോദ്യം ചെയ്യലുകളാണ്. അതുകൊണ്ട് തന്നെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഇങ്ങനെ കളിയാക്കിയും പരിഹസിച്ചും വഴക്ക് പറഞ്ഞും ചീത്ത പറഞ്ഞും അധിക്ഷേപിച്ചുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. കാരണം ചോദ്യകർത്താക്കൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നവരല്ല, മറിച്ച് അവർക്ക് മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് വിജ്ഞാനമുള്ള അറിവുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും മാന്യമായി ചോദിക്കണം. ഈ വ്യക്തി ആ നിലക്കാണ് ചോദ്യം ചോദിച്ചത്. യൂസുഫ് അയ്യുഹ സുദ്ദീഖ്. മൂന്നാമത്തത്, ഇൽമുള്ള ഏതൊരു വിഷയത്തിലും അവഗാഹമുള്ള പണ്ഡിതന്മാരോടും കഴിവുള്ളവരോടുമാണ് അതത് വിഷയങ്ങളിലെ മസ്അലകൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ യുവാവ് പറഞ്ഞത്, ഈ വിഷയത്തിൽ എനിക്കൊരാളെ അറിയാം, എന്നെ നിങ്ങൾ അയക്കണം, ഞാൻ അവിടെ പോയി പഠിച്ച് വരാം. അപ്പോൾ അറിവിന് വേണ്ടിയുള്ള യാത്രയാണ്. ആ രാജാവും അത് സമ്മതിച്ചു. അപ്പോൾ വിജ്ഞാനം എവിടെയാണോ ഉള്ളത് അവിടെ പോയി അത് അന്വേഷിച്ച് മനസ്സിലാക്കണം. അറിവ് എവിടെയാണോ ഉള്ളത് അവിടെ പോയി ആ വിജ്ഞാനം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു റസൂലായിരിക്കെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ നിന്ന് ഇൽമ് ലഭിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് പറഞ്ഞേക്കാണ്, അള്ളാഹു പറഞ്ഞേക്കാണ്. ഉലുൽ അസ്മിൻ്റെ പ്രവാചകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്, ഇന്നാലിന്ന സ്ഥലത്തെൻ്റെ ഒരു അടിമയുണ്ട്, അവിടെ പോകണം. നോക്കൂ നിങ്ങൾ. അപ്പോൾ അറിവന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേവലം ഒരു രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വിഷയത്തിലാണ് ഈ അന്വേഷണവും യാത്രയുമെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന മഹത്തായ മതത്തിലുള്ള വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്കും യാത്രകൾക്കുമുള്ള പ്രസക്തി എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഭൗതിക വിഷയത്തിലാണെങ്കിൽ പാരത്രിക വിഷയത്തിൽ നാം എത്രമാത്രം അന്വേഷിക്കേണ്ടതുണ്ട്, അതും അതിനർഹതപ്പെട്ടവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഹദീസിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ഹദീസിൽ പാണ്ഡിത്യമുള്ള ആളുകളോടായിരിക്കണം. തഫ്സീറിൽ അന്വേഷിക്കേണ്ടത് തഫ്സീറിൽ അറിവുള്ളവരോടായിരിക്കണം. അഖീദയിൽ ചോദിക്കേണ്ടത് അഖീദയിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരോടായിരിക്കണം. ഭാഷാപരമായ സംശയങ്ങൾ തീർക്കേണ്ടത് ഭാഷയിൽ അറിവുള്ള പണ്ഡിതന്മാരോടായിരിക്കണം. അങ്ങനെ ഓരോന്നിലും ആർക്കാണോ തഖസ്സുസ് ഉള്ളത് അവരോട് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കാം എന്നതിന് ഈ ആയത്തിൽ നമുക്ക് തെളിവ് ലഭിക്കുന്നതാണ്. അങ്ങനെ പിന്നീട് ആ സ്വപ്നം അവിടെ വ്യാഖ്യാനിച്ചു. ശേഷം ആ വ്യക്തി പറഞ്ഞ വേർഡ് വളരെ ശ്രദ്ധേയമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഈ വിഷയത്തിൻ്റെ കൃത്യമായ ഉത്തരം ലഭിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലഅല്ലി അർജിഉ ഇലന്നാസ്, എനിക്ക് ജനങ്ങളിലേക്ക് മടങ്ങാൻ. അവിടെ രാജാവിൻ്റെ പേര് പറഞ്ഞില്ല. എനിക്ക് രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങിയിട്ട് രാജാവിന് പറഞ്ഞു കൊടുക്കാലോ എന്നല്ല പറഞ്ഞത്, മറിച്ച് ലഅല്ലി അർജിഉ ഇലന്നാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുവിഷയമാണ്, ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. തൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞില്ല, എനിക്കെന്ന് പറഞ്ഞില്ല, രാജാവിനൊന്നും പറഞ്ഞില്ല. ഇലന്നാസ്, ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തീർച്ചയായും അതിന് മറുപടി പറയും. അതുകൊണ്ടാണ് ലഅല്ലഹും യഅലമൂൻ, അവർക്ക് ഇൽമ് കിട്ടുന്ന ഒരു കാര്യമാണ്, ഒരു അറിവ് കിട്ടുന്ന കാര്യമാണ്. അവിടെയും ഇൽമിനെ ഉയർത്തി പറഞ്ഞു, അവിടെയും അറിവിനെയാണ് ഉയർത്തി പറഞ്ഞത്. ലഅല്ലഹും യഅലമൂൻ, അവർക്ക് ഇൽമ് നേടാമല്ലോ, അവർക്ക് ഈ കാര്യം മനസ്സിലാക്കാമല്ലോ, അതനുസരിച്ച് ജനങ്ങൾക്ക് പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ രാജാവ് കണ്ടത് കേവലം ഒരു പേഴ്സണൽ കാര്യമല്ല, ഇതറിയാൻ ജനങ്ങൾ മൊത്തം ആഗ്രഹിക്കുന്നു എന്ന് ചോദ്യകർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ വളരെ ഹിക്മത്തോടുകൂടിയും വളരെ നല്ല മര്യാദയോടുകൂടിയും വളരെ കൃത്യമായി ആ സ്വപ്നം എങ്ങനെയാണോ കണ്ടത് അതങ്ങനെ തന്നെ ചോദിച്ചു. നിങ്ങൾ നോക്കൂ,
ഇവിടെ നമ്മൾ ഇതിൻ്റെ അർത്ഥം പോലും പറയേണ്ട ആവശ്യം വന്നില്ല. കാരണം രാജാവ് പറഞ്ഞ അതേ വേർഡാണ്. വഖാലൽ മലികു ഇന്നി അറാ സബഅ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബഉൻ ഇജാഫ് വസബഅ സുംബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്ത്. ആ വേർഡിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ വ്യക്തി ചോദിച്ച ചോദ്യത്തിൽ? ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താണോ മസ്അല അതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ ചോദിക്കണം. നമ്മുടെ വക കുറച്ച്, നമ്മുടെ കയ്യിൽ നിന്ന് കൂടി കുറച്ച് എടുത്തിട്ടാൽ, അല്ലെങ്കിൽ ഉള്ളതിനെ കുറച്ച് കളഞ്ഞാൽ ഉത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സ്വപ്ന വ്യാഖ്യാനമാണ്. അത് കൃത്യമായിരിക്കണമെങ്കിൽ എന്താണ് കണ്ടത് എന്നതും കൃത്യമായിരിക്കണം. എന്നാൽ ഒരു തലക്കെന്ന് പറഞ്ഞത് മറ്റൊരു തലക്കിലേക്ക് എത്തുമ്പോഴേക്ക് ആദ്യം പറഞ്ഞതും അവസാനം കേട്ടതും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത, പലപ്പോഴും നമ്മളൊക്കെ കൂടുമ്പോൾ ചില കളികളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു തലക്കിലുള്ള കുട്ടിയോട് ഒരു കാര്യം പറയും, അത് അതേപോലെ അടുത്ത കുട്ടിയോട് പറയാൻ പറയും. അങ്ങനെ ഏറ്റവും ലാസ്റ്റിലെത്തുമ്പോൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കാര്യങ്ങൾ കൈമാറുമ്പോൾ പലതും അവനവൻ്റെ വക ഊഹിച്ചും തൻ്റെ വക കൂട്ടിച്ചേർത്തുമൊക്കെ പറയുമ്പോഴേക്ക് ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇവിടെ ആ വ്യക്തി ശ്രദ്ധിച്ച കാര്യം നിങ്ങൾ നോക്കൂ. ആ രാജാവ് എന്താണോ സ്വപ്നം കണ്ടത് അതിനെ അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം ഉത്തരം ക്ലിയർ ആവണമെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ ഉത്തരം ക്ലിയർ ആയിരിക്കില്ല. ആ ഒരു പാഠവും നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇതൊരു പൊതുവിഷയമാണ്, ഒരു ഇൽമിൻ്റെ വിഷയമാണ്. ഇതിൽ മറുപടി പറയണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊന്നും ഒരു നിലക്കുമുള്ള ഒരു മടിയും കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഖാല, അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതാണ്. സറഅ യസ്റഉ സറഅൻ, ഖാല തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. സബ്അ സിനീൻ, 7 വർഷം, ദഅബൻ, കണ്ടിന്യൂസായി, തുടർച്ചയായി. ദഅബ യദഅബു ദഅബൻ വദഅബൻ വദുഊബ. ദഅബ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പതിവായി ചെയ്യുന്നതിനാണ് ദഅബ എന്ന് പറയുക. അപ്പോൾ ഈ ആയത്തിന് 2 നിലക്ക് അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ജരീർ അത്ബരി റഹിമഹുല്ലാ അദ്ദേഹം നൽകിയ അർത്ഥം, നിങ്ങൾ പതിവ് പോലെ കൃഷി ചെയ്യുക. നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ കൃഷി ചെയ്തു വരുന്നത് അതുപോലെ കൃഷി ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. അഥവാ നേരത്തെയുള്ള സുന്നത്തനുസരിച്ച്. ദഅബ് എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള പതിവ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഖാല തസ്റഊന സബ്അ സിനീന ദഅബൻ, നിങ്ങൾ നേരത്തെ കൃഷി ചെയ്തതുപോലെ 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ തുടർച്ചയായി എന്നും പതിവ് പോലെ എന്നും അതിനർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഫമാ ഹസത്തും, ഹസദ എന്ന് പറഞ്ഞാൽ യഹ്സുദു ഹസ്ദൻ വഹസാദ, കൊയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾ ഈ 7 വർഷവും കൃഷി ചെയ്തിട്ട് ധാന്യം കൊയ്തെടുക്കുമ്പോൾ, ഫമാ ഹസത്തും, നിങ്ങൾ കൊയ്തെടുത്തു കഴിഞ്ഞാൽ, ഫദറൂഹു ഫീ സുംബുലിഹി, ഫദറൂഹു വദറ യദറു, വദറൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വിട്ടേക്കുക, വിട്ടേക്കുക. വദറ യദറു വദറൻ, ഫദറൂഹു, നിങ്ങൾ അതിനെ വിട്ടേക്കുക, ഫീ സുംബുലിഹി, അതിൻ്റെ കതിരുകളിൽ തന്നെ. സുംബുലത്തിൻ്റെ ജംആണ് സുംബുൽ അല്ലെങ്കിൽ സുംബുലാത്ത്. ഫീ സുംബുലിഹി, അതിൻ്റെ കതിരുകളിൽ തന്നെ നിങ്ങൾ അതിനെ വിട്ടേക്കുക. ഇല്ലാ ഖലീല, കുറച്ചൊഴികെ. മിമ്മാ തഅഖുലൂൻ, നിങ്ങൾ കഴിക്കുന്നതിൽ നിന്ന്. അഖല യഅഖുലു അഖ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യണം. എന്നിട്ടത് കൊയ്തെടുത്ത് കഴിഞ്ഞാൽ കൊയ്തെടുത്ത ധാന്യത്തെ നിങ്ങൾ കതിരിൽ നിന്ന് വേർപെടുത്തരുത്. അതുകൊണ്ടാണ് ഫദറൂഹു ഫീ സുംബുലിഹി, അതിനെ കതിരിൽ തന്നെ, കൊയ്തെടുത്ത കതിരിൽ തന്നെ സൂക്ഷിക്കണം. എന്തിനാണത്? കൂടുതൽ കാലം കേടുവരാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കതിരിൽ തന്നെ സൂക്ഷിച്ചാൽ കൂടുതൽ കാലം കേടുവരാതെ ലഭിക്കും. അതുകൊണ്ട് അതിൻ്റെ കതിരിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. എത്ര? ഇല്ലാ ഖലീല, വളരെ കുറച്ച് നിങ്ങൾ അതിൽ നിന്ന് എടുത്തോളൂ. മിമ്മാ തഅഖുലൂൻ, ഭക്ഷണ ആവശ്യത്തിന്, ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, പട്ടിണി കിടക്കാൻ പറ്റൂല. അപ്പോൾ വളരെ പരിമിതമായി നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ ആവശ്യമായത് മാത്രം എടുത്ത് ഈ 7 വർഷവും നിങ്ങൾ എന്ത് ചെയ്യണം? കതിരുകളിൽ തന്നെ ധാന്യം സൂക്ഷിക്കണം. അപ്പോൾ വലിയൊരു ശേഖരം ഉണ്ടാകും. വലിയ ഒരു ധാന്യ ശേഖരം ഈ 7 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതാണ് 7 തടിച്ച പശുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്. എന്ത് ചെയ്യുക? നന്നായി 7 വർഷം കൃഷി ചെയ്യുക.
പച്ചക്കതിരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. ആ ധാന്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. കാരണം സാധാരണ പോലുള്ള കാലഘട്ടമായിരിക്കും 7 വർഷം. ഇനി വരുന്ന 7 വർഷം സാധാരണ പോലെ ആയിരിക്കും. അതാണ് ഖാല തസ്റഊന സബ്അ സിനീന ദഅബൻ, നേരത്തെ ഉള്ള അതേ അവസ്ഥയായിരിക്കും. എന്നാൽ സുമ്മ യഅതി, പിന്നീട് വരും, മിൻ ബഅദി ദാലിക്, അതിന് ശേഷം വരും. സുമ്മ യഅതി, അതാ യഅതി ഇതിയാൻ, സുമ്മ യഅതി മിൻ ബഅദി ദാലിക്, ആ 7 വർഷങ്ങൾക്ക് ശേഷം വരും സബഉൻ ഷിദാദുൻ, കഠിനമായ 7 വർഷം എന്ന് പറഞ്ഞാൽ ധാന്യം കുറവുള്ള, വരൾച്ചയുള്ള, പ്രയാസമുള്ള, കൃഷി അധികമൊന്നുമില്ലാത്ത 7 വർഷങ്ങൾ വരാനിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ട്? യഅകുൽന മാ ഖദ്ദംതും ലഹുന്ന, നിങ്ങൾ നേരത്തെ എന്താണോ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി കരുതി വെച്ചത് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ്. നിങ്ങൾ മുൻകൂട്ടി കരുതി വെച്ചതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ 7 വർഷം വരൾച്ചയുണ്ടെങ്കിലും നേരത്തെ സൂക്ഷിച്ചു വെച്ച ധാന്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലാ ഖലീലൻ, പക്ഷെ മുഴുവൻ കഴിച്ചു തീർക്കരുത്. പിന്നെ മിമ്മാ തുഹ്സിനൂൻ, നിങ്ങൾ പിന്നീടേക്ക് വേണ്ടി കരുതി വെക്കുന്നത്. അഹ്സന എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക, കരുതി വെക്കുക. അങ്ങനെ നിങ്ങൾ മുൻകൂട്ടി കരുതി വെക്കുന്നത് എന്താണോ, അഥവാ അതിന് ശേഷമുള്ള വർഷം വിത്തിടാൻ വേണ്ടി, പുതിയ കൃഷിക്ക് വേണ്ടി നിങ്ങൾ അല്പം ധാന്യം മാറ്റി വെക്കണം. അതിനപ്പുറത്ത് ഈ വരൾച്ചയുടെ 7 വർഷം നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ കരുതി വെച്ച ധാന്യത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ആ 7 വർഷവും നല്ല നിലക്ക് പോകും ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ. തുമ്മ യഅതി, അതിനുശേഷം വീണ്ടും വരും, മിൻ ബഅദി ദാലിക ആമുൻ, അതിനുശേഷം ചില വർഷങ്ങൾ വരും. ഫീഹി യുഗാസുന്നാസ്, അന്ന് ജനങ്ങൾക്ക് സഹായം നൽകപ്പെടും. ഗാസ യഗീസു, ഗൈസ് എന്ന് പറഞ്ഞാൽ സഹായം ലഭിക്കുക, അല്ലെങ്കിൽ മഴ ലഭിക്കുക. മഴക്കും അതിന് പറയും, മറ്റു സഹായങ്ങൾക്കും അത് പറയും. ഏറ്റവും വലിയ സഹായം മഴയായതുകൊണ്ടാണ് മഴക്ക് ഗൈസ് എന്ന് പറയുന്നതെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. ഗാസ യഗീസു, ഗൈസ് എന്ന് പറഞ്ഞാൽ സഹായം ലഭിക്കുക. യുഗാസുന്നാസു, ജനങ്ങൾക്ക് സഹായം ലഭിക്കപ്പെടും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മഴ ലഭിക്കപ്പെടും. വഫീഹി, ആ വർഷങ്ങളിൽ യാസിറൂൻ, അവർ വീഞ്ഞും ജ്യൂസ്, എണ്ണ തുടങ്ങിയ കാര്യങ്ങൾ അവയുടെ കായ്കളിൽ നിന്ന് പിഴുതെടുക്കുകയും ചെയ്യുന്നതാണ്. ഫ്രൂട്ട്സുകളിൽ നിന്ന് അവർ ജ്യൂസ് ഉണ്ടാക്കും, മറ്റു കായകളിൽ നിന്ന് അവർ ദിഹിന്, എണ്ണ പിഴിഞ്ഞെടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ചില റിവായത്തിൽ കണ്ടതുപോലെ ഫീഹി യഹ്ലിബൂൻ, ധാരാളം പശുക്കളും പശുക്കൾക്ക് പാലും ഉണ്ടാകും, ധാരാളം പാല് കറക്കാനുള്ള അവസരം ഉണ്ടാകും. അതേപോലെ തന്നെ ആടുകളെയും ഒട്ടകത്തെയും പശുവിനെയുമൊക്കെ കറന്ന് ധാരാളം പാലെടുക്കും. അതാണ് വഫീഹി യാസിറുൻ. അപ്പോൾ വീഞ്ഞുണ്ടാക്കുവാനും ജ്യൂസ് ഉണ്ടാക്കുവാനും മറ്റു പാനീയങ്ങൾക്കും ഭക്ഷിക്കുവാനുമൊക്കെ വലിയ സാധ്യതയുള്ള സമ്പൽ സമൃദ്ധിയുള്ള വർഷം പിന്നീട് വരും. അത് സ്വപ്നത്തിൽ ഇല്ലാത്ത കാര്യമാണ്. സ്വപ്നത്തിൽ നേരത്തെ പറഞ്ഞതാണുള്ളത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചുകൂടി അധികരിച്ച ഇൽമ് നൽകുകയാണ്. ചില ഉലമാക്കൾ പറഞ്ഞു, ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തേക്കാൾ സിയാദത്തായി ചിലപ്പോൾ മറുപടി പറയാം. അവർക്ക് സന്തോഷവും ആഹ്ലാദവും കൂടുതൽ ഇൽമും നൽകുന്ന വിഷയമാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലപ്പോൾ സ്വഹാബികൾ ചില ചോദ്യം ചോദിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ശേഷം അധികരിച്ച ഒരു ഇൽമു കൂടി പറഞ്ഞു കൊടുക്കും. സന്ദർഭം അനുസരിച്ചാണ്. ചിലപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ച സാഹചര്യവും ഉത്തരം കേൾക്കുന്ന ആളുകളുടെ സാഹചര്യവും പരിഗണിച്ച് ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും, ചില ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി പറയേണ്ടി വരും. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സുമ്മ യഅതി മിൻ ബഅദി ദാലിക ആമുൻ, പിന്നീട് വരുന്ന വർഷം എന്ന് പറയുന്നത് ഫീഹി യുഗാസുന്നാസ്, ആ വർഷത്തിൽ ജനങ്ങൾക്ക് ധാരാളം മഴ ലഭിക്കും, സഹായം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കപ്പെടും. വഫീഹി യഅസിറൂൻ, അസറ യഅസുറു വയഅസിറു അസറ,
അസറ എന്ന് പറഞ്ഞാൽ മുന്തിരിയും മറ്റുമൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കുന്നതിനാണ് പറയുന്നത്. അതേപോലെ തന്നെ സെയ്ത്തിൽ നിന്നും മറ്റുമൊക്കെ ഓയിലെടുക്കുന്നതിനത് പറയും. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പശുവിനെയും ആടിനെയും ഒട്ടകത്തെയും ഒക്കെ കറന്ന് പാലെടുക്കുന്ന സമൃദ്ധമായ ഒരു കാലഘട്ടം വരുന്നതാണ്. അപ്പോൾ വളരെ കൃത്യമായ, വളരെ നല്ല നിലക്കുള്ള ഒരു വ്യാഖ്യാനമാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയത്. അത് പറയുന്നിടത്ത് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ റിവായത്ത് മുർസലാണ്. എന്നാൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് യൂസുഫ് അയ്യുഹ സുദ്ദീഖു വഫ്തിന, ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം فعند ذلك ذكر له يوسف عليه السلام تعبيرها من غير تعنيف لذلك الفتى في نسيانه ما وصاه به ومن غير اشتراط للخروج قبل ذلك بل قال تزرعون 7 سنين دأبا. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സത്യത്തിൽ ആ ഒരു സന്ദർഭത്തെ പല നിലക്കും ഉപയോഗപ്പെടുത്താമായിരുന്നു പേഴ്സണലായിട്ട്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉപയോഗപ്പെടുത്തിയില്ല. ഒന്ന്, ചോദ്യകർത്താവ് താൻ പറഞ്ഞ കാര്യം മറന്നതിൻ്റെ പേരിൽ പിന്നീട് വീണ്ടും കുറേ കാലം ജയിലിൽ കഴിയേണ്ടി വന്നു. പക്ഷേ ഇൽമിൻ്റെ വിഷയം വന്നപ്പോൾ അത് പ്രകടിപ്പിച്ചതേയില്ല. സത്യസന്ധനായ നീതിമാനായ ഒരു ആലിം, ഒരു നബി ഒരിക്കലും തന്നെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഒരു ഇൽമിനെ മറച്ചു വെക്കുകയോ മൂടി വെക്കുകയോ കണ്ടീഷനുകളോ താല്പര്യങ്ങളോ ആവശ്യപ്പെടുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചോദ്യകർത്താവിനോട് ഒരു വിഷമവുമില്ലാതെ അദ്ദേഹത്തിന് ഫത്വ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ്. അവർ ചെയ്ത കാര്യമാണ്. അത്രയും വർഷം ജയിലിൽ കഴിഞ്ഞു. ഇപ്പോൾ അവർക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു, ഞാൻ മറുപടി പറയൂല എന്ന് പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു. തനിക്കറിയാവുന്ന ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അമ്പിയാക്കളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു. മൂന്നാമത്തത്, മറുപടിയൊക്കെ പറയാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? എനിക്ക് റിലീസ് വേണം, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ഒരു ഇഷ്തിറാത്ത്, ഒരു ഷർത്ത്. ഈ ഷർത്ത് പ്രകാരം ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ന്യായമായ ഒരു ഷർത്താണ്. കാരണം ഞാൻ അന്യായമായിട്ടാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്, അതുകൊണ്ട് ഇതിന് മറുപടി പറയണമെങ്കിൽ എന്നെ ജയിലിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം എന്നൊരു ഷർത്തെങ്കിലും വെക്കാമായിരുന്നു. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ള ഒരു ഷർത്തും പറഞ്ഞില്ല. എന്നാൽ പലരും അവരുടെ ഇൽമ് ഒന്നുകിൽ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ മൂടി വെക്കുന്നു, അല്ലെങ്കിൽ മാറ്റി പറയുന്നു, അല്ലെങ്കിൽ വളച്ചു കെട്ടി പറയുന്നു, ദുർവ്യാഖ്യാനിച്ചു പറയുന്നു. എന്തിനു വേണ്ടി? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി. ശമ്പളം കൂട്ടിക്കിട്ടുക, ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോലി കിട്ടുക, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക, വേറൊരാളോടുള്ള ദേഷ്യം തീർക്കുക, മറ്റൊരു വ്യക്തിയോടുള്ള അസൂയ തീർക്കുക. ഇങ്ങനെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ വിജ്ഞാനത്തെ മറച്ചുവെച്ചും വളച്ചുകെട്ടിയും മൂടിവെച്ചും ദുർവ്യാഖ്യാനിച്ചും എന്തൊക്കെയാണ് ആളുകൾ കാട്ടിക്കൂട്ടുന്നത്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ കൃത്യവും വ്യക്തവുമായ ഈ ഒരു വ്യാഖ്യാനം രാജാവിന് ലഭിച്ചപ്പോൾ രാജാവ് ശരിക്കും അങ്ങേയറ്റം ആഹ്ലാദിക്കുകയുണ്ടായി, സന്തോഷിക്കുകയുണ്ടായി. കാരണം പേക്കിനാവെന്ന് പറഞ്ഞ് അവർ തള്ളിയത് യഥാർത്ഥത്തിൽ ആ രാഷ്ട്രത്തെ തന്നെ, ആ രാഷ്ട്രത്തിൻ്റെ സമൃദ്ധിയെ, ജനങ്ങളുടെ ഐശ്വര്യത്തെ ബാധിക്കുന്ന വലിയൊരു വിഷയമായിരുന്നു. അത് ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത്രയും വലിയ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനും വലിയ സ്ഥാനം നൽകാനും അദ്ദേഹം തീരുമാനിച്ചു. വഖാലൽ മലിക് ഉതൂനി ബിഹ്. വഖാലൽ മലിക്, രാജാവ് പറഞ്ഞു, ഈതൂനി ബിഹ്, നിങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരൂ.
ഫലമ്മ ജാഅഹു റസൂലു, അങ്ങനെ ഒരു ദൂതനെ അയച്ചു. ഫലമ്മ ജാഅഹു അർ-റസൂൽ, അങ്ങനെ ഈ ദൂതൻ, രാജാവിൻ്റെ ദൂതനാണ് ഇവിടെയുള്ള റസൂൽ കൊണ്ടുള്ള ഉദ്ദേശം, അല്ലാതെ ഒരു നബി എന്ന അർത്ഥത്തിലല്ല. ഫലമ്മ ജാഅഹു റസൂലു, രാജാവ് പറഞ്ഞയച്ച ദൂതൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലെത്തിയപ്പോൾ ഖാല, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടോ? ഇല്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇർജി ഇലാ റബ്ബിക്, നീ നിൻ്റെ സയ്യിദിൻ്റെ അടുത്തേക്ക്, നിൻ്റെ നേതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിക്കോ. റജഅ യർജിഉ റുജൂഅൻ, ഇർജി ഇലാ റബ്ബിക്, നിൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക്, നിൻ്റെ സയ്യിദിൻ്റെ അടുത്തേക്ക് നീ മടങ്ങണം. ഫസ്അൽഹു, സഅല യസ്അലു സുആലൻ ഫസ്അൽഹു, എന്നിട്ട് ആ രാജാവിനോട് ചോദിക്കണം. മാ ബാലുൻ നിസ്വ, നിസ്വ ഐ നിസ, മർഅത്തിൻ്റെ ജംആണ്. മാ ബാലുൻ നിസ്വ, ആ സ്ത്രീകളുടെ കാര്യം എന്താണ്? അല്ലാത്തി, ആരാണവർ? ഖത്തഅന ഐദിയഹുൻ, അവർ അവരുടെ കൈകൾ മുറിച്ചിരിക്കുന്നു. ഖത്തഅ യുഖത്തിഉ തഖ്തീഅൻ, അവർ അവരുടെ കൈകൾ മുറിച്ചിരിക്കുന്നു. ആ സംഭവം നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അങ്ങനെ കൈകൾ മുറിച്ച, എനിക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ച, അസീസിൻ്റെ ഭാര്യയുടെ കൂടെ കൂടി പിന്നീട് അവരുടെ വാദം പറഞ്ഞ ആ സ്ത്രീകളുടെ വിഷയം എന്താണ്? അവരെനിക്കെതിരിൽ ആരോപണമാണ് പറഞ്ഞത്, ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അന്യായമാണ്. അപ്പോൾ ആ വിഷയം അന്വേഷിച്ച് എൻ്റെ നിരപരാധിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തീർപ്പ് കൽപ്പിച്ചിട്ടേ ഞാൻ ജയിലിൽ നിന്ന് വരാൻ തയ്യാറുള്ളൂ. ഫസ്അൽഹുമാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുൻ, സ്വന്തം കൈകൾ മുറിച്ചു കളഞ്ഞ ആ സ്ത്രീകളുടെ കാര്യം എന്താണ്? ഇന്ന റബ്ബി, നിശ്ചയമായും എൻ്റെ രക്ഷിതാവ്, ബികൈദിഹിന്ന, അവരുടെ തന്ത്രത്തെ സംബന്ധിച്ച്, അലീമുൻ, അറിയുന്നവനാകുന്നു. എൻ്റെ റബ്ബ് അവരുടെ തന്ത്രത്തെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു. ഇവിടെ ഇന്ന റബ്ബി എന്നത് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ദേശിച്ചാണ് എന്നും ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന റബ്ബി, എൻ്റെ സയ്യിദിന് അഥവാ മുതലാളിക്ക് എൻ്റെ നിരപരാധിത്വം അറിയാം. കാരണം ആ കുപ്പായവുമായി ബന്ധപ്പെട്ട്, കുപ്പായം എവിടെ നിന്നാണ് കീറിയത് കുടുംബത്തിൽപ്പെട്ട ആൾ പറഞ്ഞപ്പോൾ അത് പരിശോധിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിരപരാധിയാണ് എന്ന് സയ്യിദിന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ തന്ത്രമാണെന്ന് അദ്ദേഹത്തിനറിയാം, വസീറിനറിയാം, രാജാവിൻ്റെ കീഴിലുള്ള അസീസിനറിയാം, ആ വലിയ മന്ത്രിക്കറിയാം. അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് ഇന്ന റബ്ബി ബികൈദിഹിന്ന അലീം, എൻ്റെ സയ്യിദിന് അവരുടെ തന്ത്രത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തോട് അന്വേഷിച്ചാലും കാര്യം ക്ലിയർ ആവും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിശ്ചയമായും അല്ലാഹു ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായിരിക്കെ ഇവർ പറയുന്നത് എന്താണ് എന്ന് റഹ്മാനായ റബ്ബിനറിയാം. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ്, പക്ഷേ നിങ്ങളത് തെളിവ് സഹിതം പ്രഖ്യാപിച്ചാലേ ഞാൻ ജയിലിൽ നിന്ന് വരികയുള്ളൂ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് തൻ്റെ ആവശ്യം പറഞ്ഞു. ഒരിക്കലും ആ രാഷ്ട്രത്തിനൊരു അപകടമുണ്ടാകുന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന് ശേഷം രാജാവിൻ്റെ അടുത്തേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു, ഇത്രയും കാലം ജയിലിലായിരുന്നു, അതൊരു അന്യായമായ ആരോപണത്തിൻ്റെ പേരിലാണ്. അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കി ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കണം. ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറയാനുള്ള കാരണം, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ രാജാവ് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലം എന്നുള്ള നിലക്കാണ്. അതുമാത്രമായാൽ മറ്റുള്ളവർ പറഞ്ഞു നടക്കുമെന്ത്, ഇദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ കാണുന്നവരൊക്കെ പറയും, കണ്ടോ അസീസിൻ്റെ ഭാര്യയോട് തെറ്റായി പെരുമാറിയ ആളാണ് എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടേ നിൽക്കും. എന്നാൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ പുറത്ത് കടത്തി സ്വപ്നത്തിന് വ്യാഖ്യാനം, ഈ നിലക്കുള്ള വാർത്തകളും വർത്തമാനങ്ങളൊക്കെ മനുഷ്യന്മാരുടെ നാവാണല്ലോ, പറയും. അതുകൊണ്ട് അത് ക്ലിയറാക്കിയിട്ട് നിരപരാധിത്വം കൃത്യമായി പ്രഖ്യാപിച്ചിട്ട് മതി കൊട്ടാരത്തിലേക്ക്. എന്നെ കാണുമ്പോൾ ഒരാൾക്കും എന്തുണ്ടാവാൻ പാടില്ല, ഈ ഒരു ആരോപണം ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ തലവനായ രാജാവ് തന്നെ അത് പ്രഖ്യാപിച്ചാൽ പിന്നെ അത് പറഞ്ഞു നടക്കാൻ ഒരാളും ധൈര്യപ്പെടുകയുമില്ല. ഈ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, ഹക്കീമായ അഥവാ ഹിക്മത്തുള്ളവനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ
റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൗ ലബിസ്തു ഫിസ്സിജ്നി മാ ലബിസ യൂസുഫു ലഅജബ്തു ദാഇ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്രയും കാലം ഞാനായിരുന്നു ജയിലിലെങ്കിൽ വിളിക്കാൻ വന്ന ആളുടെ കൂടെ ഞാൻ അപ്പം തന്നെ ഇറങ്ങിപ്പോരായിരുന്നു, കണ്ടീഷനൊന്നും പറയൂല. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ക്ഷമയും അവധാനതയുമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ചില റിവായത്തുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, എന്തൊരവധാനതയും ക്ഷമയുമാണ് അദ്ദേഹത്തിന്. പക്ഷേ എന്നോടായിരുന്നു പറയുന്നതെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ കൂടെ പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തിലുള്ളത്, ലൗ കുൻതു അന ലഅസ്റഅതുൽ ഇജാബ വമബ്തഗയിതുൽ ഉദ്റ. ഞാനായിരുന്നു അതെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുമായിരുന്നു, കാലതാമസമൊന്നുമില്ല. ലഅസ്റഅതുൽ ഇജാബ, പെട്ടെന്ന് തന്നെ ആ റസൂലിൻ്റെ കൂടെ, ദൂതൻ്റെ കൂടെ ഇറങ്ങുമായിരുന്നു. ഞാനൊരു ഉദറും അവിടെ പറയൂലായിരുന്നു. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ദീർഘവീക്ഷണവും ഹിക്മത്തും യുക്തിയും അദ്ദേഹത്തിൻ്റെ തൻ്റെടവും അദ്ദേഹത്തിൻ്റെ അവധാനതയും അദ്ദേഹത്തിൻ്റെ ക്ഷമയുമാണ്, ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ചുരുക്കത്തിൽ ഈ മഹത്തായ ചരിത്ര വിശദീകരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വിജ്ഞാനങ്ങളാണ് അവൻ്റെ അടിമകൾക്ക് നൽകുന്നത്. ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ നിലക്ക് ഖുർആനിനെ കാണാനും പഠിക്കാനും ജീവിതത്തിൽ അമലാക്കുവാനും നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.